സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, മറ്റു യാത്രക്കാർക്ക് ഇപ്പോഴും സെസ് ഭാരം. ടിക്കറ്റിന് 11 രൂപ അധികം. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചെങ്കിലും സെസിന്റെ പേരിൽ യാത്രക്കാരിൽ നിന്ന് തുക ഈടാക്കുന്നത് തുടർന്ന് KSRTC. 15 രൂപ മുതലുള്ള ടിക്കറ്റ് എടുക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലെ യാത്രക്കാരിൽ നിന്ന് 11 രൂപ വരെ അധികം ഈടാക്കുന്നത് 12 വർഷമായി ഇത് തുടരുകയാണ്. 2020 ഡിസംബർ മുതൽ ഓർഡിനറി ബസ്സുകളിൽ 49 രൂപ വരെയുള്ള ടിക്കറ്റിന് സെസ് പിരിക്കുന്നില്ല. 2014 KSRTC യാത്രക്കാരിൽ നിന്ന് സെസ് ഈടാക്കാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത്. അപകടത്തിൽപ്പെടുന്നവർക്കുള്ള സാമൂഹിക ഇൻഷുറൻസ്, യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ, ജീവനക്കാർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതി എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താൻ 1 രൂപ മുതൽ 10 രൂപ വരെ സെസ് പിരിക്കാനായിരുന്നു അന്ന് തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ പെൻഷൻ ഫണ്ടിലേക്ക് 146 കോടി രൂപ ഇതുവഴി സമാഹരിക്കാനും യാത്രക്കാർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും സെസ് പിരിവിലൂടെ ഉദ്ദേശിച്ചിരുന്നു. ഡീസൽ വിലയിലെ വർധനവ് മൂലം KSRTCയിലുണ്ടായ നഷ്ടം കുറയ്ക്കാനും സെസ് പിരിവ് സഹായിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. സെസ് വാങ്ങാൻ തുടങ്ങിയതോടെ ഒരേ റൂട്ടിൽ ഓടുന്ന KSRTC ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും വ്യത്യസ്ത നിരക്കായി. പിന്നീട് ഡീസലിന് വില 5 രൂപ വരെ കുറഞ്ഞതോടെ സ്വകാര്യ ബസ് നിരക്ക് കുറച്ചു. നിരക്ക് കൂടിയ KSRTC ബസ്സുകളിൽ യാത്രക്കാർ കുറഞ്ഞതോടെ ഓർഡിനറി, സിറ്റി ഫാസ്റ്റ്, നോൺ AC ബസ്സുകളിൽ 49 രൂപ വരെയുള്ള യാത്രാ ടിക്കറ്റുകളിൽ ചുമത്തിയിരുന്ന സെസ് 2020 ഡിസംബർ 23 വരെ ഒഴിവാക്കിയിരുന്നു. അന്ന് 6 മാസത്തേക്കാണ് സെസ് ഒഴിവാക്കിയതെങ്കിലും ഉത്തരവില്ലാതെ തന്നെ തുടരുകയായിരുന്നു. സെസ് ഒഴിവാക്കിയതിന് ഗതാഗത വകുപ്പ് സെക്രട്ടറി സാധൂകരണം നൽകി ഉത്തരവിറക്കിയത് ഈ മാസം 11-നാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും മറ്റും 15 മുതൽ 24 വരെയുള്ള ടിക്കറ്റിന് 1 രൂപയും 25 മുതൽ 49 ടിക്കറ്റിന് 2 രൂപ എന്നിങ്ങനെയാണ് സെസ് ഈടാക്കുന്നത്. 100 രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റിന് 11 രൂപയാണ് പരമാവധി സെസ്. സ്ഥിരം യാത്രക്കാരിലെ ദീർഘദൂര യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നടപ്പാക്കുന്നതിന് പിന്നാലെ സെസ് പിരിവ് കൂടി അവസാനിപ്പിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്.